ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് C374 എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന 6th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ 2019 മെയ്യിൽ നടന്ന റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെങ്കിൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആൻസേഴ്സ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഓരോ ക്വസ്റ്റ്യൻ്റെയും കംപ്ലീറ്റ് ആൻസേഴ്സിൻ്റെ ഡിസ്കഷൻ അല്ല നമ്മൾ നടത്തുന്നത്. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു അനാലിസിസ്. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് റെഗുലർ എക്സാമിനേഷനെല്ലാം ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഒരു തിയറി സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. എന്നാൽ സപ്ലിമെൻ്ററിക്കും അല്ലെങ്കിൽ ഹോണേഴ്സിൻ്റെ എക്സാമിനൊക്കെയാണ് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ കുറച്ച് ഇനീഷ്യൽ ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസും കൂടെ നടത്തും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ നമുക്കിപ്പോൾ ഈ ഒരു COVID-19 സിറ്റുവേഷനിൽ നമുക്കറിയാം റെഗുലർ എക്സാമിനേഷൻ, അതായത് ഓഫ്ലൈൻ മോഡിലുള്ള എക്സാമിനേഷനിൽ നമുക്ക് 70 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ 100 മാർക്സിന് എഴുതിയാലും അവർ 70 മാർക്സിൻ്റെ കാൽക്കുലേഷനിലേക്ക് അവരതിനെ കൺവേർട്ട് ചെയ്യും. സോ 2.25 മണിക്കൂർ കൊണ്ട് 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ യൂഷ്വലി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തിയറി സെഷൻസാണ് വരുന്നത്. വളരെ കുറച്ച് 4th, 5th ആൻഡ് 6th മൊഡ്യൂളിലൊക്കെയാണ് പ്രോബ്ലംസ് നമ്മൾ മെയിൻലി വരുന്നത്. അതിൽ തന്നെ 4th അതുപോലെ തന്നെ 6th ഒരുപാടധികം പ്രോബ്ലംസൊക്കെ ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏത് മൊഡ്യൂളാണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നമ്മൾ ഓൾഡർ സ്കീം ആയതുകൊണ്ട് നമുക്ക് പാർട്ട് എയിലും ബിയിലും 30 മാർക്ക് വെച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പാർട്ട് സിയിൽ ഏകദേശം 40 മാർക്കുമാണ് നമുക്ക് കിട്ടുന്നത്. സോ ഫസ്റ്റ് 3 മൊഡ്യൂൾസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ള തിയറി സെഷൻസ് മാത്രമാണ് ഫസ്റ്റ് 3 മൊഡ്യൂൾസിലുള്ളത്. അതിൽ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സ്കൂൾ ലെവലിലെല്ലാം പഠിച്ച എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻസ്, സോഴ്സസ്, ഇൻഡോർ എയർ പൊല്യൂഷൻ, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആദ്യത്തെ 2 മൊഡ്യൂളും പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ കൂടെ 3rd മൊഡ്യൂളും കൂടെ പഠിച്ചാൽ തന്നെ ഏകദേശം 60 മാർക്സിൻ്റെ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ലാസ്റ്റ് 2 മൊഡ്യൂൾസ് സാമ്പിളിങ്ങും അതുപോലെ തന്നെ കൺട്രോൾ മെഷേഴ്സും, ഗ്യാഷ്യസ് ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ സാമ്പിളിങ്ങും അതുപോലെ തന്നെ കൺട്രോൾ മെഷേഴ്സുമാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആ 2 മൊഡ്യൂളിൽ നിന്ന് തന്നെ കിട്ടും. സോ അതിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ കൂടെ പഠിച്ചാൽ തന്നെ കംപ്ലീറ്റ് സ്കോർ ചെയ്യാനുള്ള ഏകദേശം ആ ഒരു ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. സോ കംപ്ലീറ്റ്ലി 6 മൊഡ്യൂളും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചെടുക്കാൻ നോക്കിയാൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ്ലി നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പെഷ്യലി 4th മൊഡ്യൂളിൽ, അതായത് സ്റ്റെബിലിറ്റി കർവ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന പല പ്രോബ്ലംസും ഉണ്ട്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിഗ്മ വൈ അതുപോലെ സിഗ്മ സെഡ് വാല്യൂസൊക്കെ നമ്മൾ ചാർട്ടിൽ നിന്ന് എടുക്കുന്ന പ്രോബ്ലംസൊക്കെ ഞാൻ വീഡിയോ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം വരികയാണെങ്കിൽ ഹോണേഴ്സിനാണ് കണ്ടിട്ടുള്ളത്. ആ ക്വസ്റ്റ്യനിൽ ഈ സിഗ്മ വൈയുടെയും സിഗ്മ സെറ്റിൻ്റെയും വാല്യൂ ഒക്കെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പക്ഷേ മറ്റു ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അല്ല, പക്ഷേ ഈ സിഗ്മ വൈ അല്ലെങ്കിൽ സിഗ്മ സെറ്റ് പോലുള്ള വാല്യൂസ് സ്റ്റെബിലിറ്റി ചാർട്ട് അല്ലെങ്കിൽ കർവിൽ നിന്ന് എടുക്കുന്ന പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ എവിടെയും നമുക്ക് ഈ ഒരു ചാർട്ട് എക്സാമിനേഷന് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാനുള്ള ഓപ്ഷനില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് വാല്യൂസ്, ജസ്റ്റ് ലൈക്ക് ലാംഡയുടെ വാല്യൂ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററിൽ ഉപയോഗിച്ച ലാംഡ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് എയർ, അതുപോലെ സിഗ്മ വൈ ആൻഡ് സിഗ്മ സെറ്റ് ഫ്രം സ്റ്റെബിലിറ്റി ചാർട്ട്, അത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഈഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. സോ അത്തരം വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കുറച്ച് അധികം പ്രോബ്ലംസ് ഉണ്ട് ഈ സബ്ജക്റ്റിൽ. 4th ആൻഡ് 6th മൊഡ്യൂളിൽ കുറേ
വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൾറെഡി. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ ഏത് മൊഡ്യൂളാണോ പ്ലാൻ ചെയ്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈസിയസ്റ്റ് മൊഡ്യൂളായിട്ട് കണ്ടെത്തി പഠിച്ചത് ഏതൊക്കെ മൊഡ്യൂളാണോ ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്തുക. അതായത് ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ്ലി പഠിച്ച് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ബേസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിലേക്ക് കിടക്കാം. ഓക്കെ, സോ പാർട്ട് എയിൽ നമുക്കറിയാം ആൻസർ ഇൻ 2 ഫുൾ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 15 മാർക്സ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. സോ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 3 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്. അതിൽ ഏതെങ്കിലും 2 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1A, ഡിഫൈൻ എയർ പൊല്യൂഷൻ ആൻഡ് ലിസ്റ്റ് നോർമൽ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. 4 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് എയർ പൊല്യൂഷൻ എന്നുള്ളൊരു ഡെഫിനിഷൻ ഇനീഷ്യലി കൊടുക്കുക. അതിനുശേഷം നോർമൽ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങി ഒരു ലിസ്റ്റ് ഓഫ് കോമ്പോസിഷൻസ് അല്ലെങ്കിൽ ഗ്യാഷ്യസ് കോമ്പൗണ്ട് പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മളൊരു ചാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് ആക്ച്വലി ഇവിടെ എഴുതേണ്ടത്. പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു ഡൗട്ട്, ഈ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റിൻ്റെ പാർട്സ്, അതായത് സ്ട്രാറ്റോസ്ഫിയർ, ഇത്തരത്തിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആക്ച്വലി കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ അല്ല, ദാറ്റ് ഈസ് കോമ്പണൻറ്റ് ഓഫ് എൻവിറോൺമെൻ്റ് ആണ്. സോ എന്താണ് എയർ പൊല്യൂഷൻ എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ചാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഓരോ കെമിക്കൽസിൻ്റെയും പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കാണിക്കുന്നൊരു ചാർട്ട്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത്. ഓക്കെ, സെക്കൻഡ് 1B, ഫസ്റ്റ് മെയിൻ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ മെറ്റീരിയൽസ്. സോ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഫക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഡിഫറെൻറ്റ് ഏരിയാസ്, അതാണ് മെയിൻലി നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളത്. ജസ്റ്റ് ലൈക്ക് ഇഫക്ട്സ് ഓൺ ഹെൽത്ത്, വെജിറ്റേഷൻ, ആനിമൽസ്, പീപ്പിൾ, മെറ്റീരിയൽസ്, എൻവിറോൺമെൻറ്റ് എക്സെട്ര. സോ ബ്രീഫായിട്ട് നമ്മുടെ എയർ പൊല്യൂട്ടൻസ് കാരണം ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് ആൻസറിൽ കാണിച്ച ഫസ്റ്റ് പോയിൻ്റ്, അതായത് ഹെൽത്ത്, വെജിറ്റേഷൻ, ആനിമൽസ്, മെറ്റീരിയൽസ്, എൻവിറോൺമെൻറ്റ്, അത്തരത്തിൽ ഒരുപാടധികം ഏരിയാസിൽ ഇഫക്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോയിൻ്റ് അവിടെ നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചോദിച്ചത് മെറ്റീരിയൽ എന്ന് പറയുന്ന പെർട്ടിക്കുലർ കോമ്പണൻറ്റിൽ എന്ത് എഫക്ട്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ എന്തൊക്കെ തരത്തിലുള്ള ഡാമേജസ് ആണ് മെറ്റീരിയൽസിന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്രീഫായിട്ട് ചില ഇഫക്ട്സ് ജസ്റ്റ് ലൈക്ക് ഡിസ്കളറേഷൻ, മെറ്റീരിയൽ ലോസ്, സ്ട്രക്ചറൽ ഫെയിലിയർ, സോയിലിംഗ്, അത്തരത്തിലുള്ള ഇഫക്ട്സ് ഏതാണ് എന്നുള്ളെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പോയിൻറ്റും, അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് ഡിറ്റോറിയേഷൻ, ഇതും നമ്മൾ ആ ഒരു സെഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ അവ വളരെ ബ്രീഫായിട്ട് 4 മാർക്കിനാണ് ചോദിച്ചത്. സോ എന്തൊക്കെയാണ് ഇഫക്ട്സ് എന്നുള്ളത് ആദ്യം പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഡിഫറെൻറ്റ് ഡാമേജസ് ഓൺ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ദെൻ ഓൺലി ഡിഫറെൻറ്റ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ ഇഫക്ട്സിൻ്റെ മെക്കാനിസം എന്നുള്ള കാര്യങ്ങളും കൂടെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ട്, ഡിഫൈൻ ഇൻഡോർ എയർ പൊല്യൂഷൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ മേജർ ഇൻഡോർ പൊല്യൂട്ടൻസ്, ഇഫക്ട്സ് ഓഫ് ഇൻഡോർ എയർ പൊല്യൂഷൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ്. ഇൻഡോർ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കംപ്ലീറ്റ് സെഷൻസും ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചു. പക്ഷേ 7 മാർക്കിനാണ് ചോദിച്ചത്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇൻഡോർ എയർ പൊല്യൂഷൻ എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഡിഫറെൻറ്റ് ഇൻഡോർ എയർ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഇൻഡോർ എയർ പൊല്യൂട്ടൻസ് എന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം അതിനെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് കാർപ്പൻറ്റിംഗ് ആൻഡ് അപ്ഹോൾസ്റ്ററി, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, പ്ലാസ്റ്റിക് കിച്ചൺ സ്റ്റൗ and cooking activities, paints and varnishes, adhesives on furniture, electronics, pet dander and hair, housekeeping activities, smokes, pesticides, disinfectants, tobacco smoke, etc. സോ ഈ ഒരു ഇഫക്ട്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇവ ഏതൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും അവിടെ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇഫക്ട്സ്, ഇൻഡോർ എയർ പൊല്യൂഷനിൽ വരുന്ന ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഷോർട്ട് ടേം ഇഫക്ട്സും ലോങ് ടേം ഇഫക്ട്സും ഉണ്ട്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പോലുള്ളവയുടെ കൺസപ്ഷൻ ഇമ്മീഡിയറ്റ് ഡെത്തിന് വരെ ഇൻഡോർ എയർ പൊല്യൂഷനിൽ സാധ്യത ഉണ്ടാക്കും എന്നുള്ളതൊക്കെ. സോ ആ ഒരു കാര്യങ്ങൾ അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് ഇൻഡോർ എയർ പൊല്യൂഷൻ എന്നുള്ളത് കൂടെ അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, സോ
നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിലാദ്യം നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തു, അതിനുശേഷം ഏതൊക്കെയാണ് മേജർ ഇൻഡോർ എയർ പൊല്യൂട്ടൻസ് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്തു, ദെൻ അവ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ അതിനൊരു ഓർഡർ വൈസ് ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്, എന്ത് ചോദിച്ചാലും അതിൻ്റെ ഒരു ബേസിക്, അതിൻ്റെ ബാക്ക് വർക്ക് എന്താണ് എന്നുള്ളത് ആദ്യം ഇനീഷ്യലി ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മളോട് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് എന്തെങ്കിലും ഒരു ക്ലാസിഫിക്കേഷനാണ് പെർട്ടിക്കുലർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആദ്യം ആ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ക്ലാസിഫിക്കേഷൻസ് ഓരോന്ന് സെപ്പറേറ്റ്ലി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് ആൻസേഴ്സ് എഴുതാൻ ശീലിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും കൂടെ ബെറ്റർ സ്കോർസ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്നുള്ളതായിരുന്നു. പ്രൈമറിയും അതുപോലെ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതെന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുക. ഏറ്റവും ബെറ്ററായിട്ട് നമുക്കൊരു ടേബിളായിട്ട് ഒരു കോളത്തിൽ പ്രൈമറി, സെക്കൻഡ് കോളത്തിൽ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഫസ്റ്റ് ബോത്ത് ഡെഫിനിഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഡിഫറൻറ്റ് പ്രൈമറി എയർ പൊല്യൂട്ടൻസിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കുക, സെയിം ടൈം സെക്കൻഡറി എയർ പൊല്യൂട്ടൻസിൻ്റെ എക്സാമ്പിൾസും കൊടുക്കുക. ദെൻ അവ ഓരോന്നിൻ്റെയും ബ്രീഫ് എക്സ്പ്ലനേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കാർബൺ മോണോക്സൈഡ്, സ്മോഗ്, ഫോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്തരത്തിൽ അവയുടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുക. 4 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമാണത്. ഓക്കെ, ദെൻ 2B, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സ്കൂൾ ലെവലിൽ തന്നെ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നുള്ളത് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. 2 ടൈപ്പ് ഗ്രീൻ ഹൗസ് ഇഫക്ട്സ് ഉണ്ട്, അതായത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്യുക. ദെൻ എന്തൊക്കെയാണ് കോസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്ട്സ് എന്നുള്ളത് കാണിക്കുക. ദെൻ ഇഫക്ട്സ് സീ ലെവലിൽ, അതുപോലെ ഫാമിംഗ്, വെതറിങ്ങിൽ, ആനിമൽസിന് എല്ലാം എന്തൊക്കെ തരത്തിലുള്ള ഇഫക്ട്സ് ആണ് ഈ ഒരു ഗ്രീൻ ഹൗസ് ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകുന്നത് എന്നുള്ളതും ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാണിച്ച പോയിൻറ്റ്സ് വളരെ മൈനറായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ 4 മാർക്കിനുള്ള കണ്ടൻറ്റ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, second one, 2C, briefly explain classification of air pollutants. എയർ പൊല്യൂട്ടൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബേസ്ഡ് ഓൺ സോഴ്സസ്, നാച്ചുറൽ, മാൻമെയ്ഡ് ആൻഡ് അഗ്രികൾച്ചറൽ, അത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അതൊന്ന് അവിടെ ബ്രീഫായിട്ട് ആദ്യം പോയിൻ്റ് ഔട്ട് ചെയ്യുക, ബേസ്ഡ് ഓൺ സോഴ്സസ്. ദെൻ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജനറൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം പറയുക. അതിനുശേഷം പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് ആഫ്റ്റർ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും വിത്ത് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ നമുക്ക് ആ 7 മാർക്സും കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ പാർട്ട് എയിലെ ലാസ്റ്റ് മേജർ ക്വസ്റ്റ്യൻ 3. അതിൽ ഫസ്റ്റ് പാർട്ട്, ഡിസ്കസ് വേരിയസ് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ആൻഡ് പ്ലാന്റ് ലൈഫ്. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ എയർ പൊല്യൂഷൻ്റെ ഇഫക്ട്സ് ആണ് ചോദിക്കുന്നത്. അവിടെ മെറ്റീരിയലിനാണ് ചോദിച്ചിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഹ്യൂമണും പ്ലാന്റ് ലൈഫിനും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 9 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്നുള്ളതിനൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഹ്യൂമൻ ബോഡിയിലുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ ഹെൽത്ത് ഇഫക്ട്സ്, ഹ്യൂമൻ ബോഡിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഇഫക്ട്സ് ആണ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം, അതുപോലെ പ്ലാന്റ് ലൈഫിലും എന്തൊക്കെയാണ് മെക്കാനിസം അല്ലെങ്കിൽ ഇഫക്ട്സ് എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ദെൻ ഒരു 2-3 പൊല്യൂട്ടൻസും അതിൻ്റെ ഇഫക്ട്സും ഓൺ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ പ്ലാന്റ് ലൈഫിൽ സംഭവിക്കുന്നത് കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതായത് ഫസ്റ്റ് ജനറലൈസ് ചെയ്തിട്ട് എന്താണ് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ എന്നുള്ളൊരു ബേസിക് ഇൻട്രോ കൊടുക്കുക. ദെൻ ഹ്യൂമൻ ലൈഫിലും പ്ലാന്റ് ലൈഫിലും എന്തൊക്കെ തരത്തിലുള്ള ഇഫക്ട്സ് ഉണ്ടാക്കും, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും, മെക്കാനിസം എന്താണെന്നുള്ളത് പറയുക. അതിനുശേഷം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2-3 പെർട്ടിക്കുലർ പൊല്യൂട്ടൻ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയും കൊടുക്കുക. ആ രീതിയിൽ വേണം ഈ 9 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ 3B, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി വൺ മേജർ എയർ പൊല്യൂഷൻ എപ്പിസോഡ്. ഒരുപാടധികം എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ് എയർ പൊല്യൂഷൻ എപ്പിസോഡ് എന്നുള്ളൊരു ബ്രീഫ് ഡെഫിനിഷൻ കൊടുക്കുക. എയർ പൊല്യൂഷൻ എപ്പിസോഡ്സൊക്കെ നിങ്ങൾ വളരെ ഇനി സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ പഠിച്ചതായിരിക്കും. സോ അത് ബേസിക്കലി എന്താണെന്നുള്ളത് പറയുക. അതിനുശേഷം ഡിഫറൻറ്റ് എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ ഒരു പെർട്ടിക്കുലർ എയർ പൊല്യൂഷൻ എപ്പിസോഡ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് അധികം കണ്ടൻറ്റ് ഉള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമുക്ക് ഒരുപാട് എണ്ണം പഠിച്ചതിൽ വളരെ മൈനർ ആയിട്ടുള്ള 1-2
പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എപ്പിസോഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനു പകരം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന എപ്പിസോഡ് ഓഫ് എയർ പൊല്യൂഷൻ ഏതാണെന്നുള്ളത് മാത്രം നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് പാർട്ട് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 1 and 2 നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഒരുപാട് ടോപ്പിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പാർട്ട് ബി ആണ്. മൊഡ്യൂൾ 3 and 4 ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേൺ ആൻസർ ഇൻ 2 full questions, each carries 15 marks. Okay, so first question, enlist major meteorological factors influencing air pollution. എയർ പൊല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ബേസിക് ആസ്പെക്ട്സ് 4 മെറ്റീരിയോളജിക്കൽ ആസ്പെക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫോർകാസ്റ്റിംഗ്, സെലക്ഷൻ ഓഫ് സൈറ്റ്, എമിഷൻ സിസ്റ്റം, എയർ മോണിറ്ററിംഗ്, സർവേ, റിസർച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവ ഒന്ന് ബ്രീഫായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മേജർ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത്. പ്രൈമറി ഫാക്ടേഴ്സും സെക്കൻഡറി ഫാക്ടേഴ്സും ഉണ്ട് മെറ്റീരിയോളജിക്കൽ ഫാക്ടേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്. പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ്, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി, മിക്സിംഗ് ഹൈറ്റാണ്. സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ, ഹ്യൂമിഡിറ്റി, സോളാർ റേഡിയേഷൻ ആണ്. സോ 4 മാർക്കിന് ചോദിച്ചതായതുകൊണ്ട് വളരെ മൈനറായിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മളോട് ചെയ്യാനുള്ളൂ. ഒരു 8-9 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഓരോന്നും സെപ്പറേറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് വിൻഡ് എന്ന് പറയുന്ന ഒരു ടേം എടുത്താൽ നമുക്കറിയാം വിൻഡ് വെലോസിറ്റി, വിൻഡ് ടർബുലൻസ് എന്നൊക്കെ പറഞ്ഞ്, വിൻഡ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അത്തരത്തിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകണ്ട. പക്ഷേ ബ്രീഫ്ലി എന്താണ് വിൻഡ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫാക്ടറിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് 4th A. നെക്സ്റ്റ് വൺ ഈസ് 4B, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗൗസിയൻ പ്ലൂം മോഡൽ. 4th മൊഡ്യൂളിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗൗസിയൻ പ്ലൂം മോഡലിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഗൗസിയൻ പ്ലൂം മോഡൽ. ബിക്കോസ് അതിൻ്റെ അസംഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ദെയർ ജസ്റ്റ് ലൈക്ക് ഒരു ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിലെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സെഷൻ തന്നെയാണ് ഗൗസിയൻ പ്ലൂം മോഡൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗൗസിയൻ പ്ലൂം മോഡൽ, അതിൻ്റെ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ യൂസ് എന്താണ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ വരച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലൂം ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡേർഡ് പ്ലൂം എക്സ് ആൻഡ് വൈ ആക്സിസ് ഒക്കെ വരച്ചിട്ട് അതിൽ നമ്മൾ ഇഫക്റ്റീവ് ഹൈറ്റ്, പ്ലൂം റൈസ് എന്നെല്ലാം പറഞ്ഞ് മാർക്ക് ചെയ്തൊരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. അത് ഓർക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം അതിൻ്റെ ആ ഒരു ഇക്വേഷൻസ്, പ്ലൂം റൈസ് എന്താണ്, ഇഫക്റ്റീവ് ഹൈറ്റ് എന്താണെന്നുള്ള ആ ടേംസും അതിൻ്റെ ആ ഇക്വേഷനും കൂടെ എഴുതുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ 4th C, 3rd question, explain the term atmospheric inversion. What are the different types of atmospheric inversion? So 3rd മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 7 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അറ്റ്മോസ്ഫറിക് ഇൻവേർഷൻ അഥവാ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ ആ ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റ്മോസ്ഫറിക് ഇൻവേർഷൻസ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവേർഷൻസ് എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ദെൻ അഥവാ സെപ്പറേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. റേഡിയേഷൻ ഇൻവേർഷൻ, അഡ്വെക്ഷൻ ഇൻവേർഷൻ, സബ്സിഡൻസ് ഇൻവേർഷൻ തുടങ്ങിയവയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫറിക് ഇൻവേർഷൻസ്. സോ അവ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിനുശേഷം അവ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് 4th C. നെക്സ്റ്റ് വൺ ഈസ് 5A, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ അറ്റ്മോസ്ഫറിക് സ്റ്റെബിലിറ്റി ആണ്. എന്താണ് അറ്റ്മോസ്ഫറിക് സ്റ്റെബിലിറ്റി എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുക, അതിനൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിനുശേഷം ടൈപ്സ് ഓഫ് സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്, അൺസ്റ്റേബിൾ, ന്യൂട്രൽ, വീക്ക്ലി സ്റ്റേബിൾ, സ്ട്രോങ്ലി സ്റ്റേബിൾ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. വിത്ത് ഫിഗേഴ്സ് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ELR, എൻവറോൺമെൻറ്റൽ ലാപ്സ് റേറ്റും അഡിയബാറ്റിക് ലാപ്സ് റേറ്റും എല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ഒരു ഫിഗർ കൂടെ പറ്റുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്താൽ കംപ്ലീറ്റ് സ്കോർസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ദെൻ 5B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലിസ്റ്റ് ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗൗസിയൻ പ്ലൂം മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗസിയൻ പ്ലൂം മോഡൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് 5th B എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൗസിയൻ പ്ലൂം മോഡൽ എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. മിനിമം ഒരു 6 ഡിസഡ്വാൻറ്റേജസ് എങ്കിലും എഴുതണം. 6ൽ കൂടുതൽ എഴുതാൻ പറ്റിയ ബെറ്റർ. ഏകദേശം 10-12 ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പഠിച്ച സമയത്ത്. ഓക്കെ, ദെൻ 5ൽ C, ഡിഫൈൻ ലാപ്സ് റേറ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാപ്സ് റേറ്റ്. എന്താണ് ലാപ്സ് റേറ്റ് എന്നുള്ളതും അതിനൊരു എക്സ്പ്ലനേഷനും കൊടുക്കുക. മേജർലി 2 ടൈപ്സ് ആണുള്ളത്, അഡിയബാറ്റിക് ആൻഡ് എൻവറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ്. ദെൻ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് വിത്ത് പ്രോപ്പർ ഇൻഡിക്കേഷൻസ്. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നീറ്റായിട്ട് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദെൻ 6A, ഡിഫൈൻ ദ ടേം പ്ലൂം, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പ്ലൂം ബിഹേവിയർ വിത്ത് നീറ്റ് സ്കെച്ച്.
പ്ലൂം ബിഹേവിയേഴ്സ് നമ്മൾ ഒരുപാട് എണ്ണം വിത്ത് ഫിഗർ പഠിച്ചതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗൗസിയൻ പ്ലൂം മോഡൽ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലൂം ബിഹേവിയേഴ്സും. സോ നേരത്തെ തന്നെ എന്താണ് പ്ലൂം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് പ്ലൂം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം പ്ലൂം ബിഹേവിയർ എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ കൂടെ കൊടുക്കുക. ഡിഫറെൻറ്റ് പ്ലൂം ബിഹേവിയേഴ്സ് അതിനുശേഷം ലിസ്റ്റ് ഔട്ട് ചെയ്യുക ആൻഡ് ഓരോന്നും എക്സ്പ്ലെയിൻ വിത്ത് ഫിഗർ വിത്ത് ഫുൾ ഇൻഡിക്കേഷൻസ്. പ്രോപ്പറായിട്ട് ഫിഗർ വരച്ച് ഇൻഡിക്കേഷൻസ് മാർക്ക് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് 6th Aയിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ 6B എൻലിസ്റ്റ് ദ മേജർ അസംപ്ഷൻസ് ഇൻ ഗൗസിയൻ പ്ലൂം മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞ ഗൗസിയൻ പ്ലൂം മോഡലിലെ 3rd ക്വസ്റ്റ്യൻ ആണ് ഇത്, അസംപ്ഷൻസ്. സോ ഇവിടെയും നമ്മൾ ആദ്യം ഗൗസിയൻ പ്ലൂം മോഡൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം അസംപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. മിനിമം ഒരു 6 എണ്ണമെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു 9-10 അസംപ്ഷൻസിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗൗസിയൻ പ്ലൂം മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ സെക്കൻഡ് സെഷൻ കഴിഞ്ഞു, അതായത് 3rd and 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ദെൻ ലാസ്റ്റ് വൺ ഈസ് പാർട്ട് സി ആണ്. പാർട്ട് സിയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ 20 മാർക്സിൻ്റെ ആണ്, ദാറ്റ് ഈസ് ടോട്ടലി 40 മാർക്സ് ആണ് നമുക്ക് പാർട്ട് സിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ 7A എൻലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് പ്രിൻസിപ്പിൾ ടു ബി ഫോളോഡ് ഫോർ കറക്റ്റ് സാമ്പിളിംഗ് ഓഫ് എയർ. നമ്മൾ കറക്റ്റ് എയർ സാമ്പിളിംഗ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ എയർ സാമ്പിളിംഗ്. അതിൽ തന്നെ 2 തരത്തിലുള്ള സാമ്പിളിംഗ് ആണുള്ളത്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സാമ്പിളിങ്സ് ആണ് നമുക്ക് പൊതുവേ ഉള്ളത്. ആ ഒരു കാര്യം നമ്മൾ ഇനീഷ്യലി എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഒരു ടിപ്പിക്കൽ സാമ്പിളിംഗ് സിസ്റ്റം ലേഔട്ട് വിത്ത് ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് സാമ്പിളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. സോ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺസിഡറേഷൻസ് ഇൻ എയർ സാമ്പിളിംഗ് എന്താണെന്നുള്ളത് കാണിക്കുക. അതിനുശേഷം നോട്ട് ഓൺ എയർ സാമ്പിളിംഗ് ഓഫ് ഗ്യാഷസ്, പെർട്ടിക്കുലർ എയർ പൊല്യൂട്ടൻസ് ആൻഡ് ബ്രീഫിംഗ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. സോ നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളത് ഗ്യാഷസ് എയർ പൊല്യൂട്ടൻസിൻ്റെയും പെർട്ടിക്കുലർ എയർ പൊല്യൂട്ടൻസിൻ്റെയും സാമ്പിളിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ കൺട്രോൾ മെത്തേഡ്സ് ആണ്. സോ അതൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചോദിച്ചിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ആണ് എങ്കിൽ കൂടി 7 മാർക്കിന് ചോദിച്ചത് കൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സെഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 7B റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ നാഷണൽ ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ നാഷണൽ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുക. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിയറി എന്താണ്, ഇതിൻ്റെ ലോജിക് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്നുള്ളൊരു ഐഡിയ കൊടുക്കുക. അതിനുശേഷം 2 ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് രണ്ടും എന്താണെന്നുള്ളത് കാണിക്കുക. ദെൻ ഇന്ത്യയിലെ ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ അവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്കറിയാം നാഷണൽ ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് വാല്യൂസ് ബേസിക്കലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിളായിട്ട്. പറ്റുകയാണെങ്കിൽ ആ ഒരു ടേബിൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 സ്കോറും കംപ്ലീറ്റ്ലി അറ്റൈൻ ചെയ്യാൻ സാധിക്കും. സോ വളരെ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഷണൽ ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, 7C എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഫോർ പെർട്ടിക്കുലേറ്റ് എമിഷൻ കൺട്രോൾ. 6 മാർക്കിനാണ് ചോദിച്ചത്. 6th മൊഡ്യൂളിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. ബിക്കോസ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിതുപോലെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പെർട്ടിക്കുലേറ്റ് എമിഷൻ കൺട്രോൾ എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ദെൻ അതിലൊരു പെർട്ടിക്കുലർ മെത്തേഡായ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്ന പെർട്ടിക്കുലർ മെത്തേഡിൻ്റെ ഫിഗർ വരച്ച് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 8A ആണ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് വേരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സാമ്പിളിംഗ് ഓഫ് ഗ്യാഷസ് എയർ പൊല്യൂട്ടൻസ്. ഗ്യാഷസ് എയർ പൊല്യൂട്ടൻസിന് സാമ്പിളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വേരിയസ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് ഓഫ് ഗ്യാഷസ് എയർ പൊല്യൂട്ടൻസ്. ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഗ്രാബ് സാമ്പിളിംഗ്, അബ്സോർപ്ഷൻ, ഫ്രീസ് ഔട്ട് മെത്തേഡ്സ് എക്സെട്ര. ദെൻ ഓരോന്നും എക്സ്പ്ലെയിൻ ഈച്ച് ഇൻ ഡീറ്റെയിൽ
യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യാം. ഓക്കെ, ദെൻ 8B enlist the explain any 3 methods of particulate emission control methods. particulate emission control methodsൻ്റെ ഏതെങ്കിലും 3 മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. സോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ പഠിച്ച പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, ബ്രീഫ്ലി particulate emission control എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുക, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിനുശേഷം ഏതെങ്കിലും 3 സെപ്പറേറ്റ്ലി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്ക്രബിംഗ്, സൈക്ലോൺസ്, ഫിൽട്രേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. Then 8C write short note on AQI, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. സോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. സോ എന്താണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഒരു ബ്രീഫ് കോൺസെപ്റ്റും ഫംഗ്ഷനിങ്ങും കാണിക്കുക. ദെൻ എങ്ങനെയാണ് AQI വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളൊരു ലോജിക്ക് അവിടെ കാണിക്കുക. ദെൻ അതിന് ഫൈനലി നമ്മളൊരു കളർ ചാർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സിന് വേണ്ടിയിട്ട്. ഡിഫറെൻറ്റ് കളേഴ്സിൽ ഗ്രീൻ, യെല്ലോ, റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കളർ ചാർട്ടും അതിൻ്റെ പൊല്യൂഷൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെവൽസും എന്താണെന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് 9C ആണ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് വാരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സാമ്പിളിംഗ് ഓഫ് പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്. പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസിൻ്റെ സാമ്പിളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. 12 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പിളിംഗ് ഓഫ് പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസിനെ കുറിച്ചൊരു ബ്രീഫ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഡസ്റ്റ് ഫാൾ ജാർ, ഹൈ വോളിയം ഫിൽട്രേഷൻ, ടൈപ്പ് സാമ്പിളർ, ഇംപീച്ച്മെൻറ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, തെർമൽ പ്രസിപ്പിറ്റേഷൻ ഒക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അവ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഇവ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. 12 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ, ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺ വാരിയസ് ഗ്യാഷ്യസ് എമിഷൻ കൺട്രോൾ മെത്തേഡ്സ്. ഗ്യാഷ്യസ് എമിഷൻ കൺട്രോൾ മെത്തേഡ്സ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് 8 മാർക്കിന്. സോ നേരത്തെ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. എന്താണ് ഗ്യാഷ്യസ് എമിഷൻ കൺട്രോൾ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മളതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഓരോന്നും സെപ്പറേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. അബ്സോർപ്ഷൻ, തെർമൽ മെത്തേഡ്സ് ഒക്കെയാണ് ബ്രീഫ് മെയിൻലി അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത്, അതായത് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ഒരു സിറ്റുവേഷനും അല്ല, അതിൻ്റെ ആവശ്യവുമില്ല. കാരണം നമ്മൾ ആൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ആൾറെഡി ഉണ്ട്. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അത് ഡയറക്റ്റ്ലി എഴുതുന്നതിന് പകരം അതിൻ്റെ ഒരു ബാക്ക് വർക്ക്, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളത് എഴുതി അതിനുശേഷം നമ്മളോട് ചോദിച്ച ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കൂടുതൽ ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഈ ഒരു എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൾമോസ്റ്റ് ബേസിക് തിയറീസ് സെഷൻസ് ആണ്. സോ ആ ഒരു ടൈപ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് എയർ പൊല്യൂട്ടൻസ്, എയർ പൊല്യൂഷൻ എപ്പിസോഡ്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കുറച്ച് ബ്രീഫ് ഡെഫിനിഷൻസ്, എന്താണ് എയർ പൊല്യൂഷൻ, എന്താണ് എൻവിറോൺമെൻറ്റ്, എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ശ്രദ്ധിക്കണം. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ എല്ലാ ടോപ്പിക്സും, അതായത് ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹെൽത്ത്, വെജിറ്റേഷൻ, ആനിമൽസ്, മെറ്റീരിയൽസ്, എൻവിറോൺമെൻറ്റ്, അതെല്ലാമാണ് അവിടെ ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ എല്ലാത്തിൻ്റെയും ഒരു ബ്രീഫ് ഐഡിയ, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഇഫക്ട്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഇൻഡോർ എയർ പൊല്യൂഷൻ എന്നുള്ള സെഷനും കംപ്ലീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ആ ഒരു മൊഡ്യൂളിലെ കംപ്ലീറ്റ് ടോപ്പിക്സും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ദെൻ തേർഡ് മൊഡ്യൂളിൽ ടെമ്പറേച്ചർ ഇൻവേർഷൻ, അതുപോലെ തന്നെ ലാബ്സ് റേറ്റ്, സ്റ്റെബിലിറ്റി ക്ലാസിഫിക്കേഷൻസ്, അതെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലൂം ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള സെഷൻ തന്നെയാണ് പ്ലൂം ബിഹേവിയർ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി അനാലിസിസ്, ലാബ്സ് റേറ്റ്, ദെൻ ടെമ്പറേച്ചർ ഇൻവേർഷൻ, പ്ലൂം ബിഹേവിയർ, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സെഷനാണ്. ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൗസിയൻ പ്ലൂം മോഡൽ, അതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ്, അസംഷൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് കോൺസെപ്റ്റ്സ്, അവ എന്തായാലും ചോദിക്കാമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സെഷൻ തന്നെയാണ്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഗ്യാഷ്യസ് ആൻഡ് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസിൻ്റെ കളക്ഷൻ മെത്തേഡ്സ്, ഡിഫറെൻറ്റ് കളക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, എയർ ക്വാളിറ്റി മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരുപാട് ടോപ്പിക്സ് ഫിഫ്ത്ത് മൊഡ്യൂളിലുണ്ട്. സിക്സ്ത് മൊഡ്യൂളിലാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ പോലുള്ള ഗ്യാഷ്യസ് ആൻഡ് പെർട്ടിക്കുലേറ്റ് എമിഷൻ കൺട്രോൾ മെത്തേഡ്സ്, അവയും ഒരുപാടുണ്ട്.
സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമ്മുടെ സിലബസിലുള്ള ആൾമോസ്റ്റ് എവറി സെഷൻസ് ഓഫ് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ഞാൻ പറഞ്ഞ പോലെ മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു 3 മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു 4 മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ വിത്ത് കണ്ടീഷൻ ആ 4 മൊഡ്യൂളും കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കൂടെ വേണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് നമ്മളൊരു ഏകദേശം ഒരു 6 പ്രോബ്ലംസ് നമ്മുടെ ചാനലിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 4th മൊഡ്യൂളിലെയും അതുപോലെ തന്നെ 6th മൊഡ്യൂളിലെയും. അത് മിനിമം അറ്റ്ലീസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് 4th മൊഡ്യൂളിൽ നമ്മുടെ പാസ്കൽ സ്റ്റെബിലിറ്റി കർവ് മേ ബി തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അവിടെ നിന്നും പ്രോബ്ലംസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പ്ലൂം റൈസിൻ്റെ എസ്റ്റിമേഷൻ, അതുവേണ്ടി ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ എസ്റ്റിമേഷൻ ഓഫ് പ്ലൂം റൈസ് എന്നുള്ള രീതിയിൽ മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ തിയറി അതല്ലെങ്കിൽ പ്രോബ്ലം എന്നുള്ള രീതിയിൽ. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററിൻ്റെ തിയറിയും പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ അതിൻ്റെ ഒരു കളക്ഷൻ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു പ്രോബ്ലവും മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. സോ എനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ആൾമോസ്റ്റ് സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും, അതൊന്ന് കാണുക. എന്നിട്ടും ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.